നിങ്ങൾ ഫ്രണ്ട്സ് ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ട. പൈസ ഒരു വിഷയമാണ്, പക്ഷെ ഫുഡ് ഒരു വിഷയമല്ല. ഇന്ന് ഞാനൊരു മന്തി കഴിച്ചു, ഞാൻ നാളെ എനിക്ക് തോന്നും ആ മന്തി കഴിച്ചാലോ, മറ്റന്നാൾ ചിലപ്പം തോന്നും ആ മന്തി കഴിച്ചാലോ. 4-5 മണിക്കൂറല്ല, രാത്രിയല്ലേ കഴിക്കുന്നേ. വയറ് നിറയെ കഴിക്കണം. അതായത് തിന്നാൻ വേണ്ടി ജീവിക്കാണോ, ജീവിക്കാൻ വേണ്ടി തിന്നാണോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അതെല്ലാം കൂടി ഓരോ സ്ഥലത്ത് എക്യുമുലേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഈ തെറ്റായ കാര്യം ചെയ്യരുത്, ശരിയായത് വേണം ചെയ്യാൻ. ഇത് അറിഞ്ഞിട്ട് പോലും തെറ്റായത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ശരിയായത് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നും. ഇങ്ങനെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫുഡ് ഹാബിറ്റ്സ്. ഈ ഫുഡ് ഹാബിറ്റ്സിന്റെ കാര്യത്തിൽ ഇതുവരെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹെൽത്തി ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, എപ്പോഴും പറ്റിയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ മാക്സിമം എഫേർട്ട് ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഒരു മിനിമൽ എഫേർട്ടേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ച് ഈ ഒരു വീഡിയോയോട് കൂടി ഞാനും കൂടെ നന്നാവാം. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഐ എം അനുശ്രീ ആൻഡ് ടുഡേ ഐ എം ടോക്കിംഗ് അബൌട്ട് 5 healthy food habits that I ignore and regretted later. ഈ ടൈറ്റിൽ വളരെ കറക്റ്റ് ആണ് കേട്ടോ. കാരണം ഞാൻ ഇഗ്നോർ ചെയ്യുന്ന ഹെൽത്തി ഹാബിറ്റ്സ് തന്നെയാണ്, എന്നിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കിയത് എപ്പോഴാന്ന് വെച്ചാൽ, എനിക്ക് ഈ പറയുന്ന ഫുഡിനോട് ഇടയ്ക്കിടെ ക്രേവിങ്സ് വരും. ഇടയ്ക്കിടെ എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ. ഇപ്പം ഇന്ന് വന്ന് ഇപ്പം ഞാൻ ഇന്നൊരു പർട്ടിക്കുലർ ഫുഡ് കഴിച്ചു, മന്തി കഴിച്ചു. ഇന്ന് ഞാനൊരു മന്തി കഴിച്ചു, ഞാനൊരു മന്തി ഫാനാണ്. അപ്പം ഞാൻ നാളെ എനിക്ക് തോന്നും ആ മന്തി കഴിച്ചാലോ, മറ്റന്നാൾ ചിലപ്പം തോന്നും ആ മന്തി കഴിച്ചാലോ. ഈ സാധനം എനിക്ക് മടുക്കൂല, ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത് ഭയങ്കര ബാഡായിട്ടുള്ള ഒരു ഹാബിറ്റാണെന്ന് എനിക്ക് അറിയാം, എന്നാൽ പോലും എനിക്ക് അതിൽ നിന്ന് മാറാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ മാത്രം കുഴപ്പമാണ്. കാരണം എനിക്ക് മാത്രം എന്താപ്പോൾ ഇങ്ങനെ ഒരു സംഭവം, ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നത്, ആ ഒരു സംഭവം ഇങ്ങനെയൊക്കെ തോന്നി. പിന്നെ മനസ്സിലായി ഇത് എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ട. കാരണം ഇന്നിപ്പോൾ എനിക്കൊരു ക്രേവിങ്സ് വന്നേ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച്, ഓള് വരും, എൻ്റെ കൂടെ വരും കഴിക്കാൻ. എന്നെക്കാട്ടും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നാളെ വിളിച്ച് വേറൊരാൾ, ഓളും വരും. പൈസ ഒരു വിഷയമാണ്, പക്ഷെ ഫുഡ് ഒരു വിഷയമല്ല. അതിന് വേണ്ടിയിട്ട് എന്നെക്കാട്ടും എഫേർട്ടും എക്സൈറ്റ്മെൻറ്റും ഉള്ള ആൾക്കാരാണ് ഓരോന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെപ്പോലെ ഈ വൃത്തികെട്ട ഹാബിറ്റ് ഫോളോ ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ടായിരിക്കും എന്തായാലും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന 5 ബാഡ് ഹാബിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്കിപ്പിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് ഇറ്റ്സ് എ ഫ്ലെക്സ്. ഓക്കെ, അതൊരു എന്തോ വലിയ കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം രാവിലെ നേരെയില്ല, നമ്മൾ റഷായി ബെല്ലടിക്കുന്നതിന് മുന്നേ എത്തണം. അയ്യോ ബസ് പോവും, അത് പോയി ഇത് പോവും, ഓടി ബാഗ് എടുക്കുന്നു, ബുക്ക് പുറത്ത് വെക്കലില്ല, എന്നാലും ബുക്ക് ഉണ്ടോ നോക്കണമല്ലോ, നോക്കുന്നു. എല്ലാം കൂടെ പുകയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമില്ല. അപ്പം എന്താ വിചാരിക്കും, പുറത്തുനിന്ന് കഴിക്കാം, എന്നിട്ട് പോവും. ഉച്ച നേരം ആകുമ്പോൾ നമ്മളങ്ങോട്ട് ഇല്ലാണ്ടാവും. കാരണം എനിക്കിങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഞ്ച് ബ്രേക്ക് ആവുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ പീരീഡൊക്കെ ഞാൻ ഓഫായിരിക്കും. അതായത് എൻ്റെ മുഖം വേറൊരു രീതിയിലേക്കും, എന്തൊക്കെയോ ആലോചിച്ച് എന്തോ ഞാൻ ടയേർഡായിരിക്കും. അപ്പോൾ അത് എൻ്റെ കൂടെ സ്ഥിരമായിട്ടുള്ളവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യും, എന്താ പ്രശ്നം, എന്താ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ ചോദിക്കും. എൻ്റെ പ്രശ്നം ഫുഡാണ്, അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡിയാവും. ഇപ്പം അവർക്ക് മനസ്സിലായി എന്താ എൻ്റെ പ്രശ്നം എന്ന്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ റെഡിയാവും. അപ്പം എൻ്റെ വിശപ്പായിരുന്നു എൻ്റെ പ്രശ്നം കേട്ടോ. അങ്ങനെ ഒരു സംഭവം. ഈ ഉച്ച വരെ സ്റ്റാർ ചെയ്ത് ഉച്ചക്കത്തെ ഫുഡ് കിട്ടുമ്പോൾ ഒരു ആശ്വാസം, അപ്പോഴേ ഒന്ന് ഓണാവുള്ളൂ. അങ്ങനെ എന്തിനാ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എന്തോ ഭയങ്കര ക്രൂരതയാണ് കാണിക്കുന്നത് എൻ്റെ ബോഡീനോട്. ഈ ഫുഡ് ഇത്ര നേരം പിടിച്ചിക്കുക പറഞ്ഞാൽ അത്ര ഇതൊന്നുമല്ല. എത്ര 4-5 മണിക്കൂറാണ് ആ ഗ്യാപ്പ് വരുന്നത് ഒന്നും കഴിക്കാണ്ടേ. 4-5 മണിക്കൂറല്ല, രാത്രിയല്ലേ കഴിക്കുന്നേ. രാത്രി കഴിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കഴിക്കാൻ പറയുമ്പോൾ അത് കുറച്ചുകൂടി ആയില്ല, അത് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കണേ. അങ്ങനെ ഒരു ഗ്യാപ്പ് ഇടുന്നതാണ്. ഇപ്പം ഇതിൽ ഞാൻ കണ്ടുപിടിച്ചൊരു ടിപ്പും കൂടി ഞാൻ പറയാം. ഈ ഒരു സാധനം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അതായത് ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഒരു എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ ഒരു പഴം മുറിച്ച് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓട്സ് ഉണ്ടാക്കുക. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ നേരത്ത് ഒരു ഭാഗത്ത് ഇരുന്ന് കഴിക്കാനുള്ള ടൈം എന്തായാലും ഉണ്ടാവും. അത് ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെടണ്ട. ഓക്കെ, അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് കാര്യമാണ് ഡ്രിങ്കിങ് വാട്ടർ ഓൺലി വെൻ ഐ എം അബൌട്ട് ടു ഫെയിൻറ്റ്. ഓക്കെ, ഒരു ഭാഗത്ത് ഇപ്പോൾ വീഴുന്നുള്ള ആ ഒരു അവസ്ഥ എത്തുന്നവരെ വെള്ളം കുടിക്കില്ല.
വെള്ളം കുടിക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വെള്ളം കൊണ്ടുപോവില്ല, മടിയാ. കുപ്പി ഇല്ലായിട്ടല്ല കേട്ടോ, കുപ്പിയൊക്കെ ഉണ്ട്, ബാഗ് ഉണ്ട്, വെള്ളം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ, കൊണ്ടുപോവില്ല, മടിയാണ്. അത് മറ്റേ ഇതുപോലെയാ, ഈ കുട എടുക്കും പക്ഷെ നിവർത്തൂല എന്ന് പറയില്ലേ, ആ ഒരു സാധനം എനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വെള്ളത്തിന്റെ കാര്യം. വെള്ളം കുപ്പി എല്ലാം ഉണ്ട്, പക്ഷെ എന്താ, അത് കൊണ്ടുപോകൂല. ക്ലാസ്സിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകില്ല. എന്നിട്ട് എന്ത് ചെയ്യും, വെള്ളം കുടിക്കാണ്ട് നടക്കും. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ ഇത്തിരി കുടിച്ചാലായി, പിന്നെ വെള്ളം കുടിക്കത്തേ ഇല്ല. ഇപ്പം മഴയാണെങ്കിൽ പ്രത്യേകിച്ച് തീരെ ഇല്ല. അപ്പം ഈ വെള്ളം കുടിക്കാണ്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നം വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഫേസ് നമ്മളെ നന്നായിട്ട് ഇതായിപ്പോവും, സ്ലിമ്മായിട്ട് ഇങ്ങനെ ഒട്ടിക്കിടക്കും. ഫുഡ് കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, ഹൈഡ്രേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. എനിക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ വെള്ളം കൂടി കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മുഖം മെലിയും, പെട്ടെന്ന് ഇങ്ങനെ ഒട്ടുന്ന പോലെയാവും. കാരണം മുഖത്താണ് പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നത്. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കേട്ടോ. ഡീഹൈഡ്രേഷൻ കാരണം ഡ്രൈ ആവുന്നതായിട്ട് എപ്പോഴും ഫീൽ ചെയ്യും. സോ അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇനി അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം കുടിക്കാം. അതാണ് ഏറ്റവും നല്ല ടിപ്പ്, വെള്ളം കുടിക്കാം. ഒരു ചെറിയ ബോട്ടിലെങ്കിൽ ചെറിയ ബോട്ടിൽ ക്യാരി ചെയ്യുക, എന്നിട്ട് അത് റീഫിൽ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, ചെയ്താൽ മതി. ഇനി ഞാൻ ചെയ്യും കേട്ടോ, അത് ചെയ്യാം. ഇനി തേർഡ് ടിപ്പാണ് ഈറ്റിംഗ് ടു ഫാസ്റ്റ് ലൈക്ക് ഇറ്റ്സ് എ റേസ്. ഓക്കെ, ഇതെനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ അത് ഞാൻ കഴിച്ചു തുടങ്ങുക ഒരു മത്സരം പോലെയായിരിക്കും. സ്പീഡിൽ കഴിക്കും. അത് എന്തിനാന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ശീലമായതുകൊണ്ടേക്കും എന്തോ. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഭയങ്കര സ്പീഡായിരിക്കും, കഴിച്ച് ഇങ്ങനെ എടുത്ത് അങ്ങനെ കഴിക്കും. ഒരു പകുതി കഴിയുമ്പോഴേക്കും എൻ്റെ കൂടെ ഇരുന്നവരൊക്കെ കഴിച്ച് കഴിയാനായിട്ടോ ഞാൻ സ്ലോ ആവും. എനിക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ആവേശം പിന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ വാരി വെച്ച് കഴിക്കുന്നതായിട്ട് എനിക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷെ അത് സ്ലോ ആക്കി കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല. എൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴും ഭയങ്കര സ്പീഡും ലാസ്റ്റ് ഞാൻ ടയേർഡായിട്ടിരിക്കുകയും ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓവർ ഈറ്റിംഗ് കൊണ്ടായിരിക്കും ചിലപ്പം ലാസ്റ്റിലേക്ക് വേണ്ടാ തോന്നുന്നത്. ആദ്യം കുറേ വാരി വെച്ച് തിന്നാൽ പിന്നെ എന്തിനാ മുഴുവൻ തിന്നാൻ പറ്റുന്നുണ്ടാവില്ല. ഇതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഓവർ ഈറ്റിംഗ് അത്ര നല്ല കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം കഴിക്കാം. അതായത് നമ്മുടെ സ്റ്റൊമക്ക് ഫുൾ ആവുന്ന വരെ. ഇപ്പം എല്ലാവരും പറയുന്നല്ലേ, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഈ പ്രായത്തിലേ കഴിക്കാൻ പറ്റൂ, വയറ് നിറയെ കഴിക്കണം. അത് ഓരോ പ്രായത്തിൽ ആ പ്രായത്തിലേക്കും. കാരണം നമ്മളെ ഈ പ്രായത്തിൽ ഇപ്പോൾ ഇങ്ങനെ എല്ലാം അങ്ങോട്ട് എന്തും കഴിക്കാന്നുള്ളത് അത് പറ്റൂല. കാരണം നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ഈ കഴിച്ചതൊന്നും ബേൺ ചെയ്ത് പോകാൻ നമുക്ക് കഴിയൂല. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് ഓരോരോ സ്ഥലത്തായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അത് നമുക്ക് തന്നെയാണ് കേട്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാൾ ഈ യങ് ഏജാണ്, ചെറിയ പ്രായമാണ്, എല്ലാം കഴിക്കണം എന്നുള്ള ആ ഒരു സാധനം ഫോളോ ചെയ്യരുത്. അത് ഭയങ്കര എന്താ പറയുക ആ ഒരു ടൈമിൽ വർക്ക് ചെയ്തായിരിക്കും. പക്ഷെ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ അതൊട്ടും വർക്കിംഗ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഓവർ ഈറ്റിംഗ് ഉണ്ടല്ലോ, ഈ ഓവർ ഈറ്റിംഗ് കാരണം നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച പാട് ഓടാനോ നടക്കാനോ ഒന്നല്ല പോകുന്നത്, ഒരു ഭാഗത്ത് ഇരിക്കാനായിരിക്കും അധികം ആൾക്കാരും പോകുന്നത്. ഞാൻ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ നിന്നാണെങ്കിലും എന്താ, ഫുഡ് കഴിച്ചൊരു ഭാഗത്ത് ഇരിക്കുകയാണ്, പിന്നെ അവിടെ ഇരുന്ന് കഥ പറയലേക്കും. അപ്പോൾ അവിടെ ഒന്നുമില്ല, ഒരു ഡൈജഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിച്ച പാടി കിടക്കുകയാണ്. അപ്പം എന്താണ്, അപ്പം തീരെയില്ല, ഡൈജഷൻ അത്രയും സ്ലോ ആയി. അപ്പം ഇൻഡൈജഷനും ഓവർ ഈറ്റിങ്ങും ഒക്കെ ഈ പറയുന്ന റഷായിട്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പം എന്താണ്, ഒരു സ്ലോ പേസിൽ ഫുഡ് കഴിക്കുക, റിലാക്സ്ഡ് ആയിരിക്കുക. എന്തിനാ ഫുഡ് കഴിക്കുന്നത് എന്നുള്ളൊരു ബോധത്തോടെ കഴിക്കുക. അതായത് തിന്നാൻ വേണ്ടി ജീവിക്കാനോ ജീവിക്കാൻ വേണ്ടി തിന്നാണോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായി വരുന്നത്. അതായത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്നുള്ളൊരു തോട്ടോട് കൂടി കഴിക്കുക. ഇത് കഴിച്ചു തീർക്കുന്നത് ഒരു മത്സരമാക്കി എടുക്കരുത്. കഴിച്ചാൽ മതി, നമുക്ക് വേണ്ടത് സമയമെടുത്ത് ആസ്വദിച്ച് കഴിക്കുക. അത് തീർക്കാം എന്നുള്ള മെൻറ്റാലിറ്റിയോട് കൂടി കഴിക്കാണ്ടിരിക്കുക. ഓക്കെ, ഇനി ഹാബിറ്റ് നമ്പർ 4. ഇത് അത്ര എനിക്ക് വേസ്റ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അതായത് ട്രീറ്റിംഗ് വെജിറ്റബിൾസ് ലൈക്ക് എ ഡെക്കറേഷൻ. ഓക്കെ, വെജിറ്റബിൾസിനെ ഒരു അലങ്കാരമായി മാത്രം കൊണ്ടു നടക്കുക, എന്തോ ഭംഗിക്ക് വേണ്ടിയിട്ടൊരു സാധനമായിട്ട് മാറ്റി നിർത്താം. അങ്ങനെ ഞാൻ മാറ്റി നിർത്തുന്ന ആളാണ് ക്യാരറ്റ്. ക്യാരറ്റ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ക്യാരറ്റിൻ്റെ സാധനം ഉള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കും. പിന്നെ ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കും. ബ്രിഞ്ചോൾ, പൊട്ടാറ്റോ, വെണ്ടക്ക, അതൊക്കെ ഇഷ്ടം, അതൊക്കെ കഴിക്കും. അപ്പോൾ അല്ലാണ്ട് ചില ആൾക്കാരെ മാറ്റി വെക്കും. അപ്പം മാറ്റി വെക്കുന്നതെന്ന് വെച്ചാൽ ടേസ്റ്റ് ഇഷ്ടമായിട്ടൊന്നുമല്ല, എന്തോ വേണ്ടാന്ന് തോന്നും, അങ്ങനെ മാറ്റി നോക്കും. വേണമെന്ന് വെച്ചെങ്കിൽ കഴിക്കാനും പറ്റും. അപ്പം എന്താ, അങ്ങനെ ഡെക്കറേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ഈ വെജിറ്റബിൾസിനെ മാറ്റി വെക്കുന്ന പരിപാടി നിർത്തണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ഹൈഡ്രേഷൻ കിട്ടുന്നുണ്ട്, ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അതെല്ലാം അവിടെ സ്റ്റോപ്പ് ആയിപ്പോവും. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യും, സാലഡ്സ് ആക്കിയിട്ടെങ്കിലും കഴിക്കാന്നുള്ളതാണ്. ചെറിയ പോർഷനായിട്ട് കഴിച്ചു തുടങ്ങാം. ഇപ്പം കുക്കുംബർ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാം, കുക്കുംബർ ലഞ്ചിന് ശേഷം
ഡിന്നറിന് ശേഷമായിട്ട് കുക്കുംബർ കഴിക്കാനുള്ള ശ്രമം നടത്തുക. അല്ലെങ്കിൽ പിന്നെ ഒരു സാമ്പാർ കറി വയ്ക്കുമ്പോൾ ഞാൻ അതിൽ 5 കഷ്ണം ഉണ്ടെങ്കിൽ 5 കഷ്ണം തിന്നൂല എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ആദ്യം 2 കഷ്ണമായിട്ട് കഴിച്ചു നോക്കാം, എനിക്ക് ഇഷ്ടപ്പെടും തോന്നുന്നത്. മറ്റേത് ഞാൻ കുറച്ച് ചെറിയ പോർഷൻസ് ആയിട്ട് കഴിച്ചു തുടങ്ങാം. അങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനി 5ാമത്തെ ഹാബിറ്റാണ് റീപ്ലേസ് റിയൽ ഫുഡ് വിത്ത് സ്നാക്ക്. നല്ല ശരിക്കുള്ള ഭക്ഷണത്തിന് മാറ്റി വെച്ച് സ്നാക്സിനെ പ്രിഫർ ചെയ്യാം. ബിസ്ക്കറ്റ്സ്, ലേസ്, അങ്ങനത്തെ ചിപ്സ് കാര്യങ്ങളൊക്കെ എന്താ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുക. അതാണ് നമുക്ക് കഴിക്കാൻ സുഖമല്ലേ, ടേസ്റ്റും അതാണ്, കഴിക്കാനും സുഖം. അപ്പം നമ്മൾ അത് നന്നായിട്ട് കഴിക്കും. അതിന് പകരം ഈ പറയുന്ന ചിപ്സൊക്കെ ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഫ്രൈ ചെയ്യാണ്ട് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാം. റോ ആയിട്ട് കഴിക്കണം എന്നല്ല, അതിനെ ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അത് ചൂസ് ചെയ്യുന്നതിന് പകരം ഈ ഫ്രൈഡ് ആയിട്ട് ഒരുപാട് പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉള്ള ഫുഡ് ഐറ്റംസിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് മീ. അപ്പം ആ ഒരു സാധനം ഇതുപോലെ തന്നെ കുറച്ച് കൊണ്ടുവരാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് മാറ്റാൻ പറ്റുന്നത് ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഈ ബോയിൽഡ് ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. എന്താ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യമേ ഇപ്പോൾ ഒന്നായിട്ട് മാറ്റി വെക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം എന്താ ചെയ്യുക, ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാം, എന്നിട്ട് പിന്നെ വലിയ വലിയ ചേഞ്ചസ് ആയിട്ട് അത് മാറിക്കോളും. അപ്പോൾ ഇത്രയും ടിപ്സാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ്. അപ്പോൾ അതൊക്കെ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്യണം എന്നുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാനും എന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ്. സോ ബാഡ് ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കുമ്പോൾ അത് എത്ര നല്ലതാണ്, എത്ര ടേസ്റ്റി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്താലും വീണ്ടും നമ്മൾ അടിക്കുന്ന റിഗ്രറ്റിൻ്റെ അത്ര വില അതിന് വരില്ല. ഓക്കെ, അപ്പോൾ ആ റിഗ്രറ്റ് മാറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇനി സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഫുഡ് ഹാബിറ്റ്സിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസിലേക്ക് ടെൻഡ് ചെയ്യാം. ഓക്കെ, ട്രൈ ചെയ്യുക. എപ്പോഴും പറ്റിക്കോണമെന്നില്ല, സ്കിപ്പൊക്കെ നല്ലതാണ്, ഇടയ്ക്കിടെ നമുക്ക് ചീറ്റൊക്കെ ചെയ്യാം. പക്ഷെ എന്താ, ഇത് ഒരു ഹാബിറ്റാക്കി മാറ്റാണ്ടിരിക്കുക, വേസ്റ്റ് ഹാബിറ്റായിട്ട് മാറ്റാതിരിക്കുക. ഹെൽത്തി ഫുഡ് സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഹെൽത്ത് കെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.